So this is going to be a very special one. I'm sure you don't know who he is. So this movie is written and directed by God. This is a huge surprise. Check it out. To the extremely talented, the very extremely proud actor we have in the Malayalam cinema fraternity. His name is Sunny Wayne. Sunny Wayne, ladies and gentlemen, on Lulu Fashion Week. And this is his new attire. ദൈവമായിട്ട് ഈ സിനിമയിൽ അദ്ദേഹം അവതരിക്കുകയാണ്. സിനിമയുടെ പേര് റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ഗോഡ്. നന്നായിട്ടുണ്ട് സണ്ണി. ഗുഡ് ടു സീ യു ഇൻ എ ടോട്ടലി വളരെ ഡിഫറെൻ്റ് ആയിട്ടൊരു അവതാർ. അപ്പം സൈജു ബോയാണ് ദൈവത്തെ കണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. നോക്കാം, സണ്ണി സംസാരിക്കണം. എങ്ങനെ സണ്ണി ദൈവമായിട്ട് വരുന്നത് എങ്ങനെയാണ് ഫീൽ? ഹലോ, ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ദൈവം എന്ന് പറയുന്നൊരു റിട്ടേൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ഗോഡ് എന്ന് പറഞ്ഞൊരു സിനിമ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. എൻ്റെ ടീമാണ് ഇപ്പം നിങ്ങളുടെ മുന്നിൽ വെക്കുന്നത്. അപ്പോൾ ആ ഒരു വേഷം നിങ്ങളെല്ലാവരെയും നേരത്തെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇവിടെ ഒരു ഫാഷൻ വീക്ക് നടക്കുന്നുണ്ട്. സോ വി ആർ സോ ഡിലൈറ്റഡ്, വി ആർ സോ ഹാപ്പി ടു പ്രസൻറ്റ് ഞങ്ങളുടെ ടീമിനെ നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ എന്താ ചോദിച്ചാൽ, അതായത് നമ്മൾ ദൈവത്തെ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും നമ്മൾ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, ഓരോരുത്തരും അവരുടെ വിശ്വാസങ്ങളൊക്കെ അനുസരിച്ച്. ഇപ്പം ദൈവമായിട്ട് അഭിനയിക്കുമ്പോൾ എങ്ങനെയുണ്ട്? അയ്യോ, ഞാൻ ദൈവമല്ല, ദൈവമായിട്ടൊരു വേഷം ചെയ്തിട്ടുണ്ട് ഈ സിനിമയ്ക്കകത്ത്. അത് ചെയ്യാനുള്ളൊരു ഭാഗ്യമുണ്ടായി, ഒരു യോഗം ഉണ്ടായി. പക്ഷേ ഇല്ല, ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് ഈ സിനിമ കാണുന്നത് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഒരു നല്ലൊരു ടീമിൻ്റെ ഒരു രസകരമായിട്ടുള്ളൊരു സിനിമയാണ്. സമയം കിട്ടുമ്പോൾ എല്ലാവരും പോകണം എന്ന് ആഗ്രഹിക്കുന്നു. ബാക്കി സൈജു കുറിപ്പ് പറയും. സൈജു അടുത്ത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ ചോദിക്കാനുള്ളത്, അപ്പം ദൈവത്തെ സിനിമയിൽ നിങ്ങളാണോ കാണുന്നത് ദൈവത്തെ? എല്ലാവർക്കും നമസ്കാരം. ഏറ്റവും ആദ്യം ക്ഷമ ചോദിക്കുന്നു. നിങ്ങളെല്ലാവരും കൂടെ ഫാഷൻ ഷോ കാണാൻ വേണ്ടി വന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ മറ്റേ ഓണത്തിനിടയ്ക്ക് പുട്ടുകച്ചവടം എന്ന് പറയുന്ന പോലെ ഞങ്ങളുടെ പടമായിട്ട് വന്നതിൽ വളരെയധികം ക്ഷമ ചോദിക്കുന്നു. പക്ഷെ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്. നിങ്ങളൊക്കെ അറിയേണ്ട ഇങ്ങനെ ഒരു പടം വരുന്ന കാര്യം. മെയ് 16-ാം തീയതി റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ഗോഡ് എന്ന് പറഞ്ഞ സിനിമ ഒരു ഫാൻറ്റസി സിനിമയാണ്. അതിൻ്റെ അകത്ത് സണ്ണി വെയിൻ ആണ് ഗോഡായിട്ട് അഭിനയിക്കുന്നത്. നമ്മൾ സിനിമകൾ കണ്ടിട്ടുണ്ട് ഫാൻറ്റസി ജോണറിൽപ്പെട്ട ദൈവം മനുഷ്യൻ്റെ ജീവിതത്തിൽ വരുന്നത്, മനുഷ്യനും ദൈവമായിട്ടുള്ള കോൺഫ്ലിക്റ്റ്, ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതേപോലത്തെ പടം തന്നെയാണിത്. നിങ്ങളെ എൻ്റർടൈൻ ചെയ്യും. ദൈവം നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ദൈവം നമ്മുടെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യുന്നതാണല്ലോ. ദൈവത്തിനെ നമ്മളാരും കണ്ടിട്ടില്ല. ഒരു വലിയൊരു ശക്തി നമ്മളെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ കൂട്ടുകാരല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സ്, അമ്മ, അച്ഛൻ, ഇവരാരും നമുക്ക് ചെവി തരാത്ത സമയത്ത്, ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ കേട്ടോ, അപ്പോഴും നമുക്ക് ചെവി തരുന്ന ഒരാൾ, നമ്മൾ പറയുന്നത് കേൾക്കാൻ പോകുന്ന ഒരാൾ ദൈവമാണ്. നമ്മളെല്ലാവരും ദൈവവിശ്വാസികളാണ്. ദൈവം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് വരുന്നു, വന്നിട്ട് പ്രശ്നങ്ങൾ സോൾവ് ചെയ്യും, അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ സാധിക്കും. ഇതൊക്കെയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. അതൊക്കെ തന്നെയാണ് നമ്മുടെ ഇവിടത്തിൽ സംഭവിക്കുന്നത്. പക്ഷേ ഇതെങ്ങനെയാണ് ദൈവം വന്ന ഉടനെ എന്നാൽ പിന്നെ നിന്റെ പ്രശ്നങ്ങളൊക്കെ ശരിയായിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് തിരിച്ചു പോകാം. പക്ഷെ അതല്ല സംഭവിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ റിയൽ ലൈഫിൽ എന്താണ് സംഭവിക്കുന്നത്, അതാണ് ദൈവം ഈ സിനിമയിൽ കഥാപാത്രങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. നമ്മൾ നമ്മുടെ ഇന്നർ സെൽഫ് ആദ്യം റെക്ടിഫൈ ചെയ്യുക. ദൈവം പറയുന്നത്, ഒരു പ്രശ്നം സോൾവ് ചെയ്യണമെങ്കിൽ നീ ആദ്യം മനസ്സിലാക്കുക ആ പ്രശ്നം എന്തുകൊണ്ട് നിന്റെ ജീവിതത്തിൽ ഉണ്ടായി, അതെങ്ങനെ റെക്ടിഫൈ ചെയ്യാൻ പറ്റും. ദൈവം ആ പാതയാണ് കാണിച്ചു തരുന്നത്. ദൈവം പാത കാണിച്ചു തരുന്നു, നമ്മളത് മനസ്സിലാക്കുന്നു, ആ പാതയിലൂടെ സഞ്ചരിക്കുന്നു, നമ്മുടെ പ്രശ്നങ്ങൾ സോൾവ് ആകുന്നു. എന്ത് പ്രശ്നമാണ് ഈ സിനിമയിലെ കഥാപാത്രങ്ങൾ ഫേസ് ചെയ്യുന്നത്, ദൈവം എന്താണ് ഇവർക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്, എങ്ങനെയാണ് ഇവർ ബാക്കി മുമ്പോട്ടുള്ള കഥയിൽ പോകുന്നത്, ഇതൊക്കെയാണ് നമ്മുടെ സിനിമ പറയുന്നത്.
നിങ്ങളെ ചിരിപ്പിക്കും, ചിന്തിപ്പിക്കും. നമുക്ക് ലൈഫിൽ നമ്മളെ റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് ചാൻസുകൾ നമുക്ക് ചിലപ്പോൾ കിട്ടൂല. നമുക്ക് ചിലപ്പം ഒരു ചാൻസ് ആയിരിക്കും കിട്ടുന്നത്. അത് നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ഇന്നർ സെൽഫിൽ നമ്മൾ അതിനെപ്പറ്റി ആലോചിച്ച് അത് ശരിയാക്കി നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും മാറും, ആഗ്രഹങ്ങളും സാധിക്കും. ഇതാണ് നമ്മൾ ഈ സിനിമയിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ പ്രൊഡ്യൂസേഴ്സാണ് സനൂപും തോമസും. പിന്നെ വൈശാഖ് ഇതിൻ്റെ അകത്തൊരു സുപ്രധാന കഥാപാത്രം ചെയ്തിട്ടുണ്ട്. തണ്ണീർമത്തൻ ദിനങ്ങളിലാണ് അദ്ദേഹം ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. പിന്നെ ഇതാണ് നമ്മുടെ ക്യാപ്റ്റൻ ഫെബി ജോർജ്, കൊല്ലംകാരനാണ്. ഫസ്റ്റ് പടം തന്നെ ഒരു ഫാൻറ്റസി ജോണർ അറ്റംപ്റ്റ് ചെയ്തതിന് ഹാറ്റ്സ് ഓഫ് ടു ഫെബി ജോർജ്. ആൻഡ് താങ്ക് യു ഓൾ ഫോർ ലിസ്ണിംഗ് ടു അസ്. നിങ്ങളെല്ലാവരും മെയ് 16 ഈ സിനിമ നിങ്ങളുടെ അടുത്തുള്ള തിയേറ്ററുകളിൽ എത്തുവാണ്. അവധിക്കാലമാണല്ലോ, കുട്ടികളുടെയൊക്കെ സ്കൂൾ അടച്ചിരിക്കുകയാണ്, കോളേജിൽ പഠിക്കുന്നവരുടെയൊക്കെ കോളേജ് അടച്ചിരിക്കുകയാണ്. നിങ്ങൾ ഫാമിലി സഹിതം ഞങ്ങളുടെ സിനിമയും കൂടെ കാണാനൊന്ന് ശ്രമിക്കുക, സമയം കിട്ടുന്നതനുസരിച്ച്. ഏത് ഏജിലുള്ള ആൾക്കാരെയും സാറ്റിസ്ഫൈ ചെയ്യാൻ പോണ ഒരു സിനിമയായിരിക്കും അത്, ഞങ്ങളുടെ ഉറപ്പ്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ കുറച്ച് പേരെങ്കിലും ചിന്തിക്കുന്നുണ്ടായിരിക്കും ഇതൊക്കെ തന്നെയാണല്ലോ എല്ലാ സിനിമാക്കാരും, ഈ പറഞ്ഞ ഞാനും സണ്ണിയൊക്കെ പല ഇൻ്റർവ്യൂസിലും ഫംഗ്ഷൻസിലൊക്കെ ചെന്നിട്ട് പറയുന്നത്. പക്ഷെ നിങ്ങൾ ഈ സിനിമ ഒന്ന് കണ്ടു നോക്കുക. ഫാമിലി ആദ്യം കൊണ്ടുപോയില്ലെങ്കിൽ നിങ്ങൾ ആദ്യം ഒറ്റയ്ക്ക് പോയെന്ന് കാണും. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഫാമിലിയോ ഫ്രണ്ട്സോ ആയിട്ടൊക്കെ നിങ്ങൾ ഗ്രൂപ്പായിട്ട് പോകും. എനിവേ, താങ്ക്സ് എ ലോട്ട് ആൻഡ് ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. നമുക്ക് സംവിധായകരിൽ നിന്നും കണ്ടുപോക്ക്. സൈചേട്ടൻ പറഞ്ഞ പോലെ എല്ലാ ടൈപ്പ് ഓഡിയൻസിനും ഒരുക്കിയിട്ടുള്ളൊരു പടമാണ്. അപ്പോൾ എല്ലാവരും മെയ് 16 തിയേറ്ററിൽ തന്നെ പോയി കാണാം. വൈശാഖ്, തണ്ണീർമത്തന് ശേഷം ഇവരുടെ കൂടെയൊക്കെ വരുമ്പോൾ എങ്ങനെയുണ്ട്? എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ മൂവി റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ഗോഡ് ഈ മാസം 16 റിലീസാണ്. സൈചേട്ടൻ പറഞ്ഞ പോലെ എല്ലാ ഏജ് കാറ്റഗറിയും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു മൂവി ആയിരിക്കും. ഒരു ഫാൻറ്റസി ജോണർ പരിപാടിയാണ്. സോ എല്ലാവരും പോയി കാണുക, ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടും പോയി കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. പ്രൊഡ്യൂസറിന് എന്തെങ്കിലും? ഇത് എല്ലാത്തരം പ്രേക്ഷകരെയും രസിപ്പിക്കുന്ന ഒരു ചിത്രമായിരിക്കും. കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഏറ്റെടുക്കാൻ പോകുന്ന സിനിമയായിരിക്കും. എല്ലാവരും 16-ാം തീയതി അത് നിങ്ങളുടെ തൊട്ടടുത്തുള്ള തിയേറ്ററിൽ പോയി കാണണം. അതെ. ഗുഡ് ഈവനിങ് ഓൾ. പ്രൊഡക്ഷനിലേക്ക് എൻ്റെ ഫസ്റ്റ് ചുവടുവെപ്പാണിത്. സോ മെയ് 16-ാം തീയതി എല്ലാവിധ പ്രേക്ഷകർക്കും, അതായത് കുട്ടികളോട് മുതിർന്നവർക്കല്ല, സനുവിക്ക പറഞ്ഞ പോലെ എല്ലാവർക്കും ഒത്തൊരുമയോടെ പോയി കാണാമെന്ന സിനിമയാണ്. ഈ സിനിമ കണ്ടിറങ്ങുന്ന ഏവർക്കും ഒരു എക്സ്പീരിയൻസ് മാത്രമായിരിക്കില്ല, നിങ്ങളുടെ ജീവിതത്തിലേക്ക് മോറൽസോ നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ലെസൺ, ഒരു മോറൽസ് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. സോ എല്ലാവരും മെയ് 16-ാം തീയതി നിങ്ങളുടെ അടുത്ത തിയേറ്ററിൽ പോയി സിനിമ കാണുക, ഇതൊരു വിജയമായി മാക്കുക. താങ്ക് യു. അതോടൊപ്പം ഓ മൈ ഗോഡിന്റെ ട്രെയിലറും ഒരു സോങ്ങും നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ്. നമുക്ക് ഇതിനോടൊപ്പം തന്നെ അത് കാണാം, ഇപ്പൊ തന്നെ സ്ക്രീനിൽ. അപ്പോൾ റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ഗോഡ് എന്ന സിനിമ മെയ് 16-ാം തീയതി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ്. സണ്ണി വെയിനും സൈജു കുറുപ്പും ബാക്കി വൈശാഖും എല്ലാവരും ജോയിൻ ചെയ്യുന്ന ഈ സിനിമയ്ക്ക് എല്ലാ പിന്തുണയും കൊടുക്കും എന്ന് വിശ്വസിക്കുന്നു. ഒരു ഗംഭീര കൈയടി ഫോർ ദ ടീം. താങ്ക് യു സണ്ണി, താങ്ക് യു സൈജു, താങ്ക് യു ഡയറക്ടർ വൈശാഖ് ആൻഡ് ദ ഹോൾ ടീം. താങ്ക് യു സോ മച്ച്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് now 9633 888 575.